ദൃശ്യ സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒത്തിരി എക്സ്ട്രീം ആണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ അതിനേലും ഒരു 100 ഇരട്ടി എക്സ്ട്രീംനെസ് ഉള്ള ഒരു കേസാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കേസാണ്. ഞാൻ ഇതൊരു കഥാരൂപത്തിലായിരിക്കും പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതെല്ലാം സംഭവിക്കുന്നത് 1983 വെച്ചിട്ടാണ്. വെസ്റ്റ് വെർജീനിയയിലെ ഒരു ചെറിയൊരു ടൗൺ ഉണ്ട്. അതിന്റെ പേര് ലെയ്ലാൻഡ് എന്നാണ്. ഈ സ്ഥലത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് വെറും 300 ആൾക്കാർ മാത്രമാണ്. അപ്പൊ അത്യാവശ്യം ചെറിയൊരു ടൗൺ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ടൗണിലുള്ള ആൾക്കാർക്ക് പരസ്പരം അറിയാം, ഒരു മുഖപരിചയമുണ്ട്. അങ്ങനെ ഈ ടൗണിൽ ജീവിച്ചിരുന്ന ഒരു ദമ്പതികളുടെ പേരാണ് ജെയിംസും ക്ലിയോവും. ജെയിംസ് എന്ന് പറയുന്നത് ക്ലിയോയുടെ സെക്കൻഡ് ഹസ്ബൻഡ് ആണ്. അതായത് ഇവരുടെ ആദ്യത്തെ കല്യാണത്തിൽ ഇവർക്ക് 3 പിള്ളേരുണ്ട്. ജെയിംസ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി അത്ര ക്ലിയർ ആയിട്ടുള്ള ഒരു മനുഷ്യനൊന്നല്ല. അദ്ദേഹം എപ്പോഴും മദ്യപിക്കുകയും ചെയ്യും, ഭാര്യനെയൊക്കെ വളരെയധികം ഉപദ്രവിക്കുകയും ചെയ്യും. അതായത് ഡൊമസ്റ്റിക് അബ്യൂസ് ഒക്കെ വളരെയധികം കോമൺ ആയിട്ട് നടക്കുന്ന ഒരു പ്രകൃതമാണ് ശരിക്കും ഇദ്ദേഹത്തിനുള്ളത്. ഇതൊരു ചെറിയ ടൗൺ ആയതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും അധികം പുറത്തേക്ക് അറിയാറില്ല. കാരണം ഇവർ അത്യാവശ്യം ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ശരിക്കും ജീവിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴുണ്ട് ഒരു ദിവസം ജെയിംസ് മദ്യപിച്ച് ലെക്ക് കെട്ട് വീട്ടിലേക്ക് കയറി വരികയാണ്. അതായത് ഏകദേശം ഒരു പാതിരാത്രി കഴിഞ്ഞിട്ടുണ്ടാവും. ഒരു 2-2:30 മണിയോടെ ആയപ്പോഴാണ് ശരിക്കും ജെയിംസ് വീട്ടിലേക്ക് എത്തുന്നത്. ആ സമയത്ത് ജെയിംസിന്റെ ഭാര്യയും മക്കളും എല്ലാവരും ഉറങ്ങി കിടക്കുന്ന ഒരു സമയമായിരുന്നു. കുടി കഴിഞ്ഞാൽ ജെയിംസിന്റെ പ്രകൃതം അത്യാവശ്യം വയലന്റ് ആയതുകൊണ്ട് തന്നെ ജെയിംസ് അതുപോലെ തന്നെയാണ് അന്നവിടെ ബിഹേവ് ചെയ്തത്. അതായത് പെട്ടെന്ന് ജെയിംസിന് തോന്നി ജെയിംസിന് എന്തെങ്കിലും കഴിക്കാൻ വേണം, എന്തെങ്കിലും സ്നാക്സ് വേണം തോന്നി. പക്ഷെ ഇത് പാതിരാത്രി ആയതുകൊണ്ട് തന്നെ അത് ഉണ്ടാക്കി തരാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. ക്ലിയോ മക്കളെല്ലാരും കിടന്ന് ഉറങ്ങിയായിരുന്നു. പക്ഷെ ജെയിംസിന് എന്തെങ്കിലും ഉടനെ കഴിക്കാൻ വേണം. അതുകൊണ്ട് തന്നെ ഉറങ്ങിക്കിടന്ന ക്ലിയോനെ വലിച്ച് താഴെ ഇട്ടിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറഞ്ഞു. ഇത് പാതിരാത്രി ആയതുകൊണ്ട് തന്നെയും ജെയിംസിന്റെ സ്വഭാവം വളരെയധികം നന്നായിട്ട് ക്ലിയോക്ക് അറിയാവുന്നതുകൊണ്ടും ക്ലിയോ വേറെ ഒന്നും മറുത്തു പറഞ്ഞില്ല. നേരെ അടുക്കളയിലേക്ക് പോവുകയും ഒരു നല്ല സൂപ്പ് ഉണ്ടാക്കി കൊടുത്തു. അതിട്ട് ജെയിംസിന് സെർവ് ചെയ്യുകയും ചെയ്തു. പക്ഷേ ആ സൂപ്പിന് ചൂട് കുറഞ്ഞു പോയി എന്നുള്ള ഒരു പേരിൽ ആ സൂപ്പ് ജെയിംസ് എടുത്ത് നേരെ പൊട്ടിച്ചളയാണ് ചെയ്തത്. ഇതിലൂടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും, ഇദ്ദേഹം വളരെയധികം ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അങ്ങനെ ഇരിക്കുമ്പോഴുണ്ട് എങ്ങനെയെങ്കിലും ഒരു ഫൈറ്റ് ഉണ്ടാക്കണം എന്നുള്ള ഒരു മൈൻഡിലാണ് ശരിക്കും അദ്ദേഹം വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേരും പറഞ്ഞുകൊണ്ട് ജെയിംസിന്റെ വൈഫിനെ വളരെയധികം അബ്യൂസ് ചെയ്യുകയാണ് ചെയ്തത്. ക്ലിയോനെ മർദ്ദിക്കുകയും വലിച്ചയക്കുകയും ചെയ്യുന്നതോടുകൂടി തന്നെ ക്ലിയോ കാറുന്നുണ്ട്. അപ്പൊ ഈ ഒച്ചയും ബഹളമൊക്കെ കേട്ടിട്ട് ക്ലിയോയുടെ മൂത്ത മോൻ എണീറ്റ് വന്നു. ഇവന്റെ പേര് ജെറി എന്നാണ്. ഈ സംഭവം നടക്കുമ്പോൾ ഇവന് 17 വയസ്സുണ്ട്. അപ്പോ അച്ഛൻ അമ്മേനെ ഉപദ്രവിക്കുന്നത് കാണുന്നത് കൊണ്ട് തന്നെ ജെറി നോക്കിയിരുന്നില്ല. ഇവർ രണ്ടുപേരും കൂടി സെപ്പറേറ്റ് ചെയ്യിക്കാൻ നോക്കി. അതായത് ഒന്ന് പിടിച്ച് മാറ്റാനൊക്കെ നോക്കി. പക്ഷെ അത് വീണ്ടും വലിയൊരു പ്രശ്നത്തിലേക്കാണ് വരുന്നത്. അങ്ങനെ പ്രശ്നം വളരെ വഷളാവുകയും ഒച്ചപ്പാടും ബേളൊക്കെ നിറഞ്ഞപ്പോൾ ബാക്കിയുള്ള 2 പിള്ളേരും കൂടി എണീറ്റ് ഈ താഴത്തേക്ക് വന്നു. അങ്ങനെ ക്ലിയോനെയും ഈ 3 പിള്ളേരെയും ഈ ജെയിംസ് മർദ്ദിക്കാൻ നോക്കിയാണ്. അതായത് കത്തിയൊക്കെ കൊണ്ടിങ്ങനെ ചൂണ്ടുകയും അങ്ങനെ കൊണ്ട് ഒരുപാട് കലാപരിപാടികളൊക്കെ നടക്കുകയാണ്. അതിനിടയ്ക്കാണ് ജെയിംസ് ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്ന ഒരു വെപ്പൺ കാണുന്നത്. ഇത് കണ്ട ഉടനെ തന്നെ ജെയിംസ് വേറെ ഒന്നും നോക്കിയില്ല, കത്തി വലിച്ചെറിഞ്ഞിട്ട് അതെടുത്തിട്ട് ഇവരെ മുകളിൽ ഇങ്ങനെ ചൂണ്ടിക്കൊണ്ടിരുന്നു. അതായത് ഇപ്പൊ വെടിവെക്കും എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോ ഇതൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ ഇവരൊക്കെ എല്ലാവരും ഭയങ്കര ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. എല്ലാ പിള്ളേരും കാറുന്നുണ്ട്. അങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു ഈ ഫാമിലി കടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോ ഈ ഒച്ചപ്പാടും ബഹളവും കേട്ട് വേറൊരാളോട് നിപ്പുണ്ടായിരുന്നു. അതായത് ഇവർ താമസിക്കുന്ന ഒരു വീടില്ലേ, അല്ലെ തൊട്ടടുത്ത വീട്ടിലാണ് ക്ലിയോയുടെ അമ്മ താമസിക്കുന്നത്. അപ്പോ ഒച്ചപ്പാടും ബഹളവും കേട്ട് ക്ലിയോയുടെ അമ്മ ഒന്ന് നോക്കുമ്പോണ്ട് ഇങ്ങനത്തെ ഒരു വളരെ ടെറിഫിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് അദ്ദേഹം കാണുന്നത്. അതായത് ക്ലിയോ 3 പിള്ളേരും താഴ്ത്തിരിക്കുന്നു. ഈ പുളിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചൂണ്ടിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് കണ്ട ക്ലിയോയുടെ അമ്മ ഉടനെ തന്നെ വീട്ടിനകത്തേക്ക് കയറുകയും ജെയിംസിനെ കോൺഫ്രണ്ട് ചെയ്യാൻ ശ്രമിച്ചു. അതോടുകൂടി ഇവർ തമ്മിലായി അടിപിടിയൊക്കെ. എങ്ങനെയോ ക്ലിയോയുടെ അമ്മ ജെയിംസിന്റെ കൈവശമുള്ള വെപ്പൺ കൈക്കലാക്കി. ഇത് കണ്ടപ്പോൾ ജെയിംസിന് വീണ്ടും ദേഷ്യം വന്നു. അതുകൊണ്ട് ജെയിംസ് തൊട്ടടുത്ത നിമിഷം ക്ലിയോയുടെ അമ്മയ്ക്കെതിരെ ഇങ്ങനെ തിരിഞ്ഞു. അപ്പോഴാണ് ക്ലിയോയുടെ അമ്മ നേരെ ജെയിംസിന്റെ നെഞ്ചത്തേക്ക് ഷൂട്ട് ചെയ്തത്. അങ്ങനെ ക്ലിയോയുടെ അമ്മയും ഈ 3 പിള്ളേരും ഈ ബോഡിനെ നോക്കി ഇങ്ങനെ ഇരിപ്പാണ്. ഇനി അടുത്തത് എന്ത് ചെയ്യുന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് നിൽക്കുന്നത്. അതായത് ക്ലിയോയുടെ അമ്മേനെ ജയിലിൽ പറഞ്ഞു വരാനായിട്ട് ഇവർക്ക് മനസ്സ് വരുന്നില്ല. കാരണം അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു മിസ്റ്റേക്ക് അല്ല എന്നുള്ള ഒരു ഫീലിംഗ് അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും പ്ലാൻ ചെയ്തു ഈ ഒരു ബോഡിനെ ബാക്ക് യാർഡിൽ, അതായത് വീടിന്റെ പുറകുവശത്ത് കുഴിച്ചിടാന്നുള്ളത്. അതായത് ദൃശ്യം സിനിമയിൽ കണ്ട അതേ സീൻ തന്നെയാണ് ശരിക്കും ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോ ഈ കുഴി കുഴിക്കാൻ വേണ്ടി ക്ലിയോയുടെ മൂത്ത മകനെ തൊട്ടടിയിലുള്ള മകനെയാണ് വിളിച്ചത്. അപ്പൊ ഇവർ രണ്ടുപേരും കൂടിയാണ് അവർ കുഴി കുഴിച്ചത്. അതിനുശേഷം ഇവരെല്ലാരും കൂടി ചേർന്ന് ഈ ഒരു ബോഡിനെ അതിന്റെ അകത്തേക്ക് ഡിസ്പോസ് ചെയ്യുകയാണ് ചെയ്തത്. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും ഒരു നേരമായിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാരും കൂടി ടേബിളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, മുഖാമുഖം ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഇനി അടുത്തത് എന്താണെന്നുള്ള ഒരു പ്ലാനിങ്ങിന്. കാരണം ഒട്ടും എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം അല്ല നടന്നത്.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് ക്ലിയോക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നത്. അതായത് ജെയിംസ് ഓടിച്ചുകൊണ്ട് വന്ന കാറ് പോർച്ചിൽ കിടപ്പുണ്ട്. അപ്പോ അത് എവിടെയെങ്കിലും കൊണ്ടുപോയി മാറ്റണ്ടേ എന്നുള്ള ഒരു തിങ്കിങ് ആയിരുന്നു ഇവർക്ക് എല്ലാവർക്കും വന്നത്. അതുകൊണ്ട് തന്നെ ഒരു പെട്ടെന്ന് തന്നെ ഒരു പ്ലാൻ ചെയ്തു. ഇവരുടെ വീട്ടിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ അപ്പുറത്ത് ഒരു പുഴയുണ്ട്. അപ്പൊ ആ പുഴയിലേക്ക് ഈ വണ്ടി തള്ളിയിടാം. അപ്പൊ അതുകൊണ്ട് തന്നെ പോലീസുകാരെല്ലാരും വിചാരിച്ചോളും ഇതൊരു ആക്സിഡന്റ് ആയിരുന്നു എന്നുള്ളത്. അപ്പോ അങ്ങനത്തെ ഒരു പ്ലാനിങ് ആയിരുന്നു ഇവർ പെട്ടെന്ന് എടുത്തത്. അതായത് ദൃശ്യം സിനിമയിൽ നടക്കുന്ന അതേ സംഭവം തന്നെയാണ് ഇത്. ഒരു ക്രൈം സീനിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവം എവിഡൻസ് ആണ്. അപ്പോൾ എവിഡൻസ് നശിപ്പിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്നുള്ളൊരു തിങ്കിങ് ആണ് അവർക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ജെയിംസിന്റെ കാർ ക്ലിയോ ഓടുകയും ക്ലിയോയുടെ അമ്മയും ജെറിയും കൂടി കൂട്ടിയിട്ട് ക്ലിയോയുടെ അമ്മയുടെ കാറിൽ പുറകെ ഇങ്ങനെ ഫോളോ ചെയ്തു. അതായത് തിരിച്ചവർക്ക് വരണമല്ലോ, ഈ വണ്ടി കൊണ്ടേ കളഞ്ഞിട്ട് തിരിച്ചവർക്ക് വരണമല്ലോ. അതുകൊണ്ടാണ് ജെയിംസിന്റെ അമ്മയുടെ വണ്ടി എടുത്തുകൊണ്ട് പോയത്. അങ്ങനെ ഈ മൂന്നാളും ആ പാതിരാത്രിക്ക് ഈ വണ്ടിയുമായിട്ട് ഇങ്ങനെ പോവുകയാണ്. ഒരു 40 കിലോമീറ്ററോളം ട്രാവൽ ചെയ്യുകയാണ്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഈ സ്ഥലം എത്തുകയും ക്ലിയോ കറക്റ്റ് ആയിട്ട് ആ ഒരു അരുവിയിലേക്ക് പോകുന്ന ആ ഒരു ഡൗൺ ഹില്ല് വണ്ടി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നിന്നു. അതിനുശേഷം ഇവര് 3 പേരും തള്ളി ആ വണ്ടി ആ ഒരു ഡൗൺ ഹില്ലിലേക്ക് ഇങ്ങനെ ഇറക്കി ഇങ്ങനെ വിട്ടു. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ അവിടെ നിറച്ച് ചെളിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വണ്ടി കുറച്ച് മുന്നോട്ട് പോയപ്പോൾ തന്നെ ഈ വണ്ടി ചെളിയിൽ തങ്ങി അവിടെ സ്റ്റക്കായി പോയി നിന്നു. അതായത് മൊത്തത്തിൽ പ്രശ്നമായി. ഇവരുടെ പ്ലാൻ അനുസരിച്ച് വണ്ടി വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ പോലീസുകാർ അതൊരു ആക്സിഡന്റ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ അന്വേഷണം പോകുന്നുള്ള ഒരു പ്ലാൻ ആയിരുന്നു ശരിക്കും ഇവർക്കുള്ളത്. പക്ഷേ ഇത് ചെളിയിൽ പോയി സ്റ്റക്ക് ആയപ്പോൾ ആ പ്ലാനിങ് മൊത്തം തെറ്റി. പിന്നെ അവർ വിചാരിച്ച് ജെറീനെ കൊണ്ട് ഈ വണ്ടി അവിടുന്ന് തള്ളി വെള്ളത്തിൽ കൊണ്ട് ഇടാന്നുള്ളത്. അപ്പോഴാണ് അവർ വേറൊരു കാര്യം ആലോചിച്ചത്. അതായത് ഇപ്പൊ ജെറീനെ കൊണ്ട് അവിടെ ഇട്ട് കഴിഞ്ഞാൽ ജെറിയുടെ കാൽപ്പാട ചെളിയിൽ വരും. അതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് ചെറിയ സംശയം ഉണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് അവർ ആ ഒരു പ്ലാൻ അവിടെ വെച്ച് ഉപേക്ഷിച്ചു. മൂന്നാളും തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തു. അപ്പോഴാണ് ക്ലിയോയുടെ അമ്മയ്ക്ക് വേറൊരു കാര്യം മനസ്സിലായത്. അതായത് ക്ലിയോയുടെ അമ്മ ഓടിച്ചിരുന്ന ഒരു കാറില്, ആ കാറിന്റെ താക്കോല് വണ്ടിയുടെ അകത്ത് വച്ചിട്ട് ക്ലിയോയുടെ അമ്മ വണ്ടി ലോക്ക് ചെയ്തു. അതായത് ആ വണ്ടി ഉപയോഗിച്ച് അവർക്ക് തിരിച്ചു പോകാൻ കഴിയില്ല, കാരണം വണ്ടി ലോക്ക്ഡ് ആയിപ്പോയി. ഇത് 983 ആയതുകൊണ്ടും ആ കാലത്ത് സെൽഫോണും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടും ഇത് വളരെ റിമോട്ട് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അതായത് അധികം ആൾക്കാരൊന്നും ഇല്ല ഇവിടെ. അതുകൊണ്ട് തന്നെ ഇവര് വളരെയധികം ഹെൽപ്ലെസ് ആയി. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഒരു വണ്ടി ആ വഴി വരികയും ഈ വണ്ടി ഓടിച്ച് വന്ന ആൾക്ക് ഇവരെ പരിചയമുള്ളത് കൊണ്ടും രക്ഷപ്പെട്ടു. അതുകൊണ്ട് തന്നെ അവർ നേരെ വീട്ടിലേക്ക് പോയി. അങ്ങനെ ആ ദിവസം ആർക്കും ആ വീട്ടിൽ ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവർ പരസ്പരം മിണ്ടാണ്ട് അവിടെ ഇവിടെ നോക്കിയിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം ആർക്കും സംശയം തോന്നാണ്ടിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ക്ലിയോ നേരെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയുകയാണ്. അതായത് ഒരു മാൻ മിസ്സിങ്ങിന് കേസ് ഫയൽ ചെയ്യുകയാണ്, ഹസ്ബൻഡിനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട്. ഇത്തരത്തിലുള്ള കേസ് ആയതുകൊണ്ട് തന്നെ ഉടൻ തന്നെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചു. അങ്ങനെ കുറച്ച് സമയം കൊണ്ട് തന്നെ പോലീസിന് ജെയിംസിന്റെ കാർ കണ്ടെത്താൻ പറ്റി, പുഴയുടെ അടിയിൽ നിന്ന് കണ്ടെത്താൻ പറ്റി. അപ്പൊ തന്നെ പോലീസ് ആദ്യം തീരുമാനിച്ചു ഇതൊരു ആക്സിഡന്റ് ആണ്. അതുകൊണ്ട് തന്നെ ജെയിംസിന്റെ ബോഡി പുഴയിൽ എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന് അവരിങ്ങനെ അസ്യൂം ചെയ്തു. അപ്പൊ ഇതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ജെയിംസിന്റെ ബോഡി അന്വേഷിച്ച് ആ പുഴ മുഴുവനും ഇങ്ങനെ അരിച്ചു പറക്കാൻ തുടങ്ങി. പക്ഷെ ജെയിംസിന്റെ ബോഡി പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ കുറച്ച് ദിവസം മുന്നോട്ട് പോവുകയാണ്. ഇത്തരത്തിലുള്ള ഒരു സംഭവം ഏതൊരു ഫാമിലിയിൽ നടന്നാലും അവരുടെ ഉറക്കം എന്തായാലും പോയിരിക്കും, അവരുടെ മനസമാധാനം എന്തായാലും പോയിരിക്കും. അതേ സംഭവം തന്നെയാണ് ഈ ക്ലിയോക്ക് സംഭവിച്ചത്. അതായത് എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഇത് ക്ലിയോയുടെ ഹസ്ബൻഡ് ആണല്ലോ. അതുകൊണ്ട് തന്നെ ക്ലിയോക്ക് വളരെയധികം കുറ്റബോധം തോന്നി. ജെയിംസിന്റെ ബോഡി ഇങ്ങനെയല്ല ഡിസ്പോസ് ചെയ്യണ്ടേ എന്നുള്ള ഒരു തിങ്കിങ് ഒക്കെ ഈ ക്ലിയോയുടെ മനസ്സിൽ. അതുകൊണ്ട് തന്നെ ക്ലിയോയുടെ അമ്മയോട് പറയേണ്ടി ക്ലിയോ ഒരു പദ്ധതിക്ക് പ്ലാൻ ചെയ്തു. അതായത് ജെയിംസിന്റെ ബോഡി ആ ഒരു കുഴിയിൽ നിന്ന് ഇങ്ങനെ കുഴിച്ച് പുറത്തേക്ക് എടുത്തിട്ട് ആ ബോഡി ആ ഒരു പുഴയിലേക്ക് കൊണ്ടുപോയി കളയും. ഓക്കെ, അപ്പൊ ഈ പുഴയിലേക്ക് കൊണ്ടുപോയി കളയുമ്പോൾ ഒബ്വിയസ്ലി പോലീസുകാർ ആ ഒരു ബോഡി കണ്ടെത്തുമല്ലോ. അതുകൊണ്ട് ജെയിംസിന്റെ ബോഡി കണ്ടെത്തി എന്നുള്ളൊരു സംഭവം പോലീസുകാർക്ക് കിട്ടുമല്ലോ. ജെയിംസിന്റെ ബോഡി ഈ രീതിയിൽ കണ്ടെത്തുകയാണെങ്കിൽ അത്യാവശ്യം റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു ചടങ്ങുകളൊക്കെ അവിടെ നടക്കുമല്ലോ. അപ്പോൾ അതായിരുന്നു ശരിക്കും ക്ലിയോയുടെ പ്ലാൻ. അപ്പോ ഈ പ്ലാൻ നടപ്പിലാക്കാൻ വേണ്ടി വീണ്ടും ക്ലിയോയുടെ മൂത്ത മോൻ, അതായത് ജെറിയും അതിന്റെ തൊട്ടിളയതും കൂടി കൂട്ടിയിട്ട് ഈ കുഴിയിൽ നിന്ന് ഈ ഒരു ബോഡീനെ പുറത്തേക്ക് ഇങ്ങനെ ഇടുകയാണ്. അപ്പോഴാണ് ഈ രംഗമൊക്കെ കണ്ടുകൊണ്ട് ക്ലിയോയുടെ അമ്മ ഇങ്ങനെ നിൽക്കുന്നത്. സംഭവം ക്ലിയോയുടെ അമ്മ ആദ്യം ഞെട്ടിയെങ്കിലും പിന്നെ ആലോചിച്ചപ്പോൾ ക്ലിയോയുടെ അമ്മയ്ക്കും അത് ഓക്കെ എന്നുള്ളൊരു തോന്നൽ വന്നു. പിന്നെയാണ് ക്ലിയോയുടെ അമ്മയ്ക്ക് വേറൊരു കാര്യം മനസ്സിലായത്. ജെയിംസ് മരിച്ചത് ക്ലിയോയുടെ അമ്മ വെടിവെച്ചപ്പോഴാണ്. ഓക്കെ, അപ്പോ ആ ഒരു ബുള്ളറ്റില്ലേ അത് ജെയിംസിന്റെ നെഞ്ചത്ത് എന്തായാലും ഇരിപ്പുണ്ട്. അപ്പോ ഈ ബോഡി പോലീസുകാർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഈ മേത്തുള്ള ഒരു ബുള്ളറ്റ് ഇല്ലേ, ആ ബുള്ളറ്റ് വെച്ച് ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലിയോയുടെ ഫാമിലിയിലേക്ക് വരും എന്നുള്ളൊരു റിയലൈസേഷൻ. ആ ഒരു ഓരോ തോക്കിനും ഓരോരോ നമ്പേഴ്സ്, ഓരോരോ രജിസ്ട്രേഷൻ ഒക്കെ ഉണ്ടാവില്ലേ, ഓരോരോ ബുള്ളറ്റിന് ഓരോരോ നമ്പേഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ. അപ്പൊ അതൊക്കെ ഉപയോഗിച്ച് ക്ലിയോയുടെ ഫാമിലിയിലേക്ക് തന്നെ ഇങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ വരുന്നുള്ള ഒരു കാര്യം ക്ലിയോയുടെ അമ്മയ്ക്ക് മനസ്സിലായി. അപ്പൊ എങ്ങനെയെങ്കിലും ജെയിംസിന്റെ ബോഡിയിൽ നിന്ന് ഈ ബുള്ളറ്റ് പുറത്തേക്ക് എടുത്തിട്ട് ബോഡി ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം അവിടെ തീർന്നു.
അപ്പോ അത് നടപ്പിലാക്കാനാണ് ശരിക്കും അവർ അടുത്തതായിട്ട് പ്ലാൻ ചെയ്തത്. അത് അത്യാവശ്യം വിയേർഡ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. ഈ ഒരു പ്രൊസീജിയർ മുൻകൈ എടുത്തത് ക്ലിയോയുടെ അമ്മ തന്നെയാണ്. അപ്പോ ഈ ഒരു ബോഡി എല്ലാരും കൂടി പിടിച്ചുകൊണ്ട് വീടിനകത്തേക്ക് കൊണ്ടുവരികയും അവരുടെ കിച്ചൺ ടേബിളിലാണ് ഈ ഒരു ബോഡി വെച്ചത്. ഓക്കെ, എന്നിട്ട് ക്ലിയോയുടെ അമ്മ സ്വയം ഓപ്പറേറ്റ് ചെയ്യാൻ നോക്കി. അതായത് ഈ ഒരു സംഭവം എവിടെയെന്നൊക്കെ അന്വേഷിക്കാൻ നോക്കി. അതായത് ഹാർട്ട് റിമൂവ് ചെയ്യുന്നുണ്ടല്ല, അങ്ങനെ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതിന്റെ അകത്തേക്ക് സംഭവം ബുള്ളറ്റ് കണ്ടെടുക്കാനാണ് ഇവർ നോക്കിയത്. അങ്ങനെ കുറെ നേരത്തെ ഒരു ഇൻവെസ്റ്റിഗേഷന് ശേഷവും ക്ലിയോയുടെ അമ്മയ്ക്ക് അങ്ങനത്തെ ഒരു സംഭവമേ കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ കുറെ ശ്രമിച്ചു നോക്കുന്നുണ്ട്, മണിക്കൂറുകളോട് ശ്രമിച്ചിട്ടും അവർക്ക് ആ ഒരു സംഭവം ബുള്ളറ്റ് കണ്ടെത്താൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് മടുപ്പ് തോന്നിയിട്ട് അവര് പുറത്തേക്ക് കുറെ സംഭവങ്ങളൊക്കെ എടുത്തിട്ടായിരുന്നു. ആ സംഭവങ്ങളൊക്കെ സാധാരണ നമ്മള് കിച്ചൺ വേസ്റ്റ് ആയ കളയില്ലേ, അതേപോലെ ഡിസ്പോസ് ചെയ്യുകയാണ് ചെയ്തത്. അത്രയ്ക്ക് കെയർലെസ് ആയിരുന്നു. എന്നാലും ഇവരെങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്. അതാണ് ഞാൻ പറയുന്നത്, ദൃശ്യം എന്ന് പറയുന്ന ഒരു സിനിമയുടെ കുറച്ച് എക്സ്ട്രീം ലെവലിലുള്ള ഒരു കഥയാണ് ഇത്. ജെയിംസിന്റെ ബോഡി ഇന്ന് ബുള്ളറ്റ് കണ്ടെത്താത്തത് കൊണ്ട് തന്നെ ഇതിനകത്ത് ബുള്ളറ്റ് ഇല്ല എന്നുള്ള ഒരു അസംഷനിൽ ഒരു 3 പേര് ഇരുന്നു. അതിനുശേഷം ജെയിംസിന്റെ ബോഡി പിന്നെയും തിരിച്ച് റീപാക്ക് ചെയ്തിട്ട് വണ്ടിയിലിട്ടുണ്ട് നേരെ ഈ പുഴയിലേക്ക് പോവുകയാണ്. അതായത് ഇവരാ പ്ലാൻ പദ്ധതി ഇങ്ങനെ നടപ്പിലാക്കണമല്ലോ. അപ്പോ ഈ പുഴയിൽ ഒരു പാലമുണ്ട്, ഒരു ക്രോസ് ചെയ്യുന്ന ഒരു പാലമുണ്ട്. അപ്പോ ഈ പാലത്തിന്റെ മുകളിൽ നിന്ന് ഈ ബോഡി നേരെ പുഴയിലേക്ക് ഇങ്ങനെ ഇടാനായിരുന്നു ശരിക്കും അവരുടെ ഉദ്ദേശം. അങ്ങനെ വീണ്ടും ക്ലിയോയുടെ അമ്മയും ജെറിയുമായിട്ട് ഈ ഒരു പാലത്തിലേക്ക് പോവുകയാണ്. ഏകദേശം ഒരു 40 കിലോമീറ്റർ അപ്പുറത്തെ ഈ ഒരു പാലത്തിലേക്ക് പോവുകയാണ്. അതിനുശേഷം ഇവര് 3 പേര് ആ ബോഡി വലിച്ചെടുത്തുകൊണ്ട് ഈ പുഴയിലേക്ക് എറിയുകയാണ് ചെയ്തത്. അവിടെ വെച്ചാണ് കാര്യങ്ങളൊക്കെ നേരെ ട്വിസ്റ്റ് ചെയ്തു വന്നത്. അതായത് ഈ ബോഡി വെള്ളത്തിലേക്ക് വീഴുന്നതിന് പകരം ആ പാലത്തിന്റെ അടിയിലുള്ള സ്ട്രക്ചർ ഉണ്ടാവില്ലേ, കമ്പികളൊക്കെ ഉണ്ടാവില്ലേ, അതിൽ ജെയിംസിന്റെ കാല് സ്റ്റക്കായിട്ട് ഈ ബോഡി മുഴുവൻ ഇങ്ങനെ തൂങ്ങി കിടക്കുകയാണ്. കാലിങ്ങനെ കെട്ടിട്ട് നമ്മളിങ്ങനെ തൂക്കിയിടൂലേ, ആ ഒരു അവസ്ഥ തന്നെയായിരുന്നു ശരിക്കും അവിടെ ഉണ്ടായിരുന്നത്. അതായത് ദൂരെ നിന്ന് ആര് നോക്കിയാലും അവിടെ ഒരു ബോഡി ഇങ്ങനെ ഹാങ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോ ഇത് കണ്ടിട്ട് എല്ലാവരും വളരെയധികം പേടിച്ചു. അങ്ങനെ ഇവർക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ ബോഡി എങ്ങനെയെങ്കിലും വെള്ളത്തിലേക്ക് വീണില്ലെങ്കിൽ ഇവരുടെ കാര്യത്തിൽ തീരുമാനമായി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ക്ലിയോയുടെ അമ്മയും ജെറിയുടെ അടുത്ത് പറയുകയാണ്, നീ പാലത്തിന്റെ അടിയിലേക്ക് ഒന്ന് പയ്യെ ഇറങ്ങി, എന്നിട്ട് ആ ഒരു സംഭവത്തെ നേരെ വെള്ളത്തിലേക്ക് ഇടാൻ പറഞ്ഞു. അപ്പോൾ വേറൊരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ജെറി അത് ചെയ്തു. ആ സമയത്താണ് കറക്റ്റായിട്ട് നൈറ്റ് പെട്രോളിംഗ് ഡ്യൂട്ടിയിൽ വരുന്ന ഒരു പോലീസ് വണ്ടി ഇങ്ങനെ വരുന്നത്. ഇത് കണ്ടതും 3 പേരും ഒറ്റയടിക്ക് പേടിച്ചു, ഒടുക്കത്തെ പേടിയായി പോയി. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആ സ്പോട്ടിൽ ക്രൈം സീനിലാണ് ഇവർ 3 പേരും ഇങ്ങനെ നിൽക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ ജെറി പാലത്തിന്റെ അടിയിൽ ആ ഒരു സ്ട്രക്ചറിൽ ഇങ്ങനെ നിൽക്കുകയാണ്, എന്ത് ചെയ്യണം എന്ന് അറിയാണ്ട് നിൽക്കുകയാണ്. അപ്പൊ ജെറിയും ഈ ഒരു സംഭവം കാണുന്നുണ്ട്. അപ്പോ ഈ പോലീസിന്റെ ലൈറ്റും ബേളമൊക്കെ കണ്ടപ്പോൾ ഇവർ 2 പേരും ജെറീനെ വേണ്ടിയിട്ടുണ്ട് വണ്ടിയും കൂടെ അങ്ങോട്ട് പാഞ്ഞു കളഞ്ഞു. ഇത് കണ്ട ജെറി പാലത്തിൽ എടുത്ത് ചാടുകയും തൊട്ടടുത്തുള്ള കാട്ടിലേക്ക് ഇങ്ങനെ ഓടുകയും ചെയ്തു. അവരുടെ മൊത്തത്തിലെ അവസ്ഥയായിരുന്നു, ഈ ഒരു ബോഡി ആണെന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. നൈറ്റ് പെട്രോളിംഗ് ഡ്യൂട്ടിക്ക് വന്ന പോലീസുകാർക്ക് ചെറിയ സംശയം ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഇത് വേറെ എന്തെങ്കിലും ഉടായ്പായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് അവർ ആദ്യം ഒന്നും മൈൻഡ് ചെയ്തില്ല. പിന്നെ അവിടെ എന്തായിരിക്കും സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവര് ഈ വണ്ടി നിർത്തിയ ആ ഒരു സ്ഥലത്ത് ഇങ്ങനെ വന്ന് നിന്നു. എന്നിട്ട് താഴത്തേക്ക് നോക്കിയപ്പോഴാണ് ഇങ്ങനത്തെ ഒരു വികൃതമായിട്ടുള്ള ഒരു സംഭവം കാണുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം, ഈ ബോഡി എന്ന് പറയുന്നത് ഫ്രഷ് ആയിട്ട് ഉള്ള ഒരു ബോഡി അല്ല, കുറച്ച് നാളായിട്ട് ഇങ്ങനെ അഴകിയ ഒരു ബോഡിയാണ്, ഡീകമ്പോസ് ഇരിക്കുന്ന ഒരു ബോഡിയാണ്. അതുമാത്രമല്ല ഇവര് ഇങ്ങനത്തെ ഒരു പ്രൊസീജിയറും അതിനകത്ത് ചെയ്തിട്ടുണ്ട്, അതായത് ഇങ്ങനെ കീറി മുറുകിയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം അലമ്പായിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് ശരിക്കും അത് ഉണ്ടായിരുന്നത്. അപ്പോ ഇത് കണ്ട പോലീസുകാർ ശരിക്കും ഞെട്ടിപ്പോയി. അങ്ങനെ ഒട്ടും വൈകാതെ തന്നെ കാട്ടിലേക്ക് ഓടിപ്പോയ നമ്മുടെ ജെറീനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തു. അതിന് തൊട്ടടുത്ത നിമിഷം നമ്മുടെ ക്ലിയോനെ അറസ്റ്റ് ചെയ്യുകയാണ്. പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ക്ലിയോയുടെ അമ്മ സ്വമേധയെ സറണ്ടർ ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ വല്ലാത്തൊരവസ്ഥയാണ് ശരിക്കും ഇവിടെ സംഭവിച്ചത്. പക്ഷെ എന്റെ ഏറ്റവും വലിയ കോമഡി എന്ന് ഞാൻ പറയട്ടെ, ഇത് ശരിക്കും പറഞ്ഞാൽ സെൽഫ് ഡിഫെൻസിന്റെ ഭാഗത്ത് വരുന്ന ഒരു സംഭവമാണ്, അതല്ലാണ്ട് ഒരു കോൾഡ് ബ്ലഡ് മർഡർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ക്ലിയോയുടെ അമ്മ വെറും 55 ദിവസങ്ങൾ മാത്രമാണ് ജയിലിൽ കിടന്നത്. ക്ലിയോ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവത്തൊക്കെ ഹാൻഡിലിംഗ് സപ്പോർട്ട് ചെയ്തതുകൊണ്ട് തന്നെ 2 വർഷത്തോളം ജയിലിൽ കിടന്നു. ഇവരെല്ലാം സപ്പോർട്ട് ചെയ്തിരുന്ന ജെറി ആണെന്നുണ്ടെങ്കിൽ കുറച്ചാൾ ജുവനൈൽ ഹോമിൽ സ്പെൻഡ് ചെയ്തിട്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. അതായത് ഇതൊരു സെൽഫ് ഡിഫെൻസ് ആയതുകൊണ്ട് തന്നെ വലിയ ശിക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവർ ഇത്രയും കാട്ടിക്കൂട്ടിയത് കൊണ്ടാണ് ഈ ശിക്ഷ കുറച്ചുകൂടി അധികം നീണ്ടുപോയത്. ഈ ഒരു സ്റ്റോറി ഞാൻ കേട്ടപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സാദൃശ്യം തോന്നിച്ചത് നമ്മുടെ ദൃശ്യ സിനിമയാണ്. അതിൻ്റെ അകത്ത് ഇതേ സംഭവങ്ങളൊക്കെ തന്നെയാണ് നടക്കുന്നത്, പക്ഷെ ക്യാരക്ടേഴ്സ് തമ്മിൽ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ ദൃശ്യം എന്ന സിനിമയിൽ ഉള്ളേക്കാൾ കുറച്ചുകൂടി എക്സ്ട്രീം ആയി പോയി ഇവിടുത്തെ കേസ് എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത് കേട്ട് എന്താണ് തോന്നുന്നത് മാക്സിമം കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നല്ലൊരു കേസായിട്ട് ഞാൻ അടുത്ത വീഡിയോ കാണാം.